ഹായ് എല്ലാ കൂട്ടുകാർക്കും കുട്ടൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഫ്രാഷൻ ഫ്രൂട്ട് ഒത്തിരി വൈകിയാണ് കായ്ച്ചത്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന കൃഷികളൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാ നമ്മുടെ ഒരു മാസത്തോളമായിട്ട് ഉച്ച കഴിഞ്ഞ് മഴയുണ്ടല്ലോ, മഴയിൽ നന്നായിട്ട് എല്ലാം വളർന്നു. ചെടികളൊക്കെ നന്നായിട്ട് ഇല വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ബെഡ് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചിയാണ് ഈ മുളച്ച് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നട്ടെങ്കിലും കഴിഞ്ഞ വർഷം ഞാൻ അതിൽ നിന്ന് പറിച്ചില്ല. അപ്പോൾ ഈ ഇല പട്ടുപോയതിന് ശേഷം നമുക്ക് പറിക്കായിരുന്നു, കിഴങ്ങുണ്ടായിരുന്നു, ഞാൻ പറിച്ചില്ല. ഇതല്ലാണ്ട് തന്നെ ഇഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബെഡിൽ നിന്നുള്ളത് ഇഞ്ചി മുളച്ച് വന്നിട്ടുണ്ട് മഴ പെയ്തതിന് ശേഷം. കണ്ടോ, നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പറിക്കാത്തതുകൊണ്ട് തന്നെ ഈ വർഷം അതിൽ നന്നായിട്ട് ഇഞ്ചി കാണും കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് പറിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പറിച്ച പാഷൻ ഫ്രൂട്ട് കഴിഞ്ഞ വർഷം ഞാൻ പന്തലിട്ട് കൊടുത്ത് പന്തലിലായിരുന്നു കായുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കാട്ടുമരവും ഉണ്ട്. പിന്നെ പ്ലാവിൻ്റെ മുകളിലുമാണ് കായ്ച്ച് കിടക്കുന്നത്. പ്ലാവിൽ നിറച്ചുണ്ട്. കാരണം ഇനിയിപ്പം അന്നൊക്കെ പന്തലിട്ട് കൊടുത്തുകൊണ്ട് താഴ്ന്നായതുകൊണ്ട് നമുക്ക് പറിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പറിക്കാനേ പറ്റില്ല, ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇനി പഴുത്ത് വീഴുമ്പോഴോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് എന്താ പറയുക വല്ല കമ്പൊക്കെ കൊണ്ടടിച്ചിട്ട് പറിക്കേണ്ടി വരുമായിരിക്കും. നല്ല ഹൈറ്റിൽ, അത്യാവശ്യം നല്ല ഹൈറ്റിലാണിപ്പോൾ കിടക്കുന്നത്. കണ്ടോ, ഞാൻ സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിലുണ്ടായി കിടക്കുന്നത് കാണിക്കുന്നത്. അത്ര ഹൈറ്റിലാണ് കായ്ച്ച് കിടക്കുന്നത്. മുകളിൽ വരെ ഉണ്ട്, നന്നായിട്ടുണ്ടായിട്ടുണ്ട്, പക്ഷേ ഹൈറ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രാവശ്യം ഫ്രൂട്ട് നല്ലൊരു മധുരമുള്ള ടൈപ്പാണ്. അധികം പഴുക്കൊന്നും വേണ്ട, ഒരുപാട് പുറമെ വയലറ്റ് ആവണ്ട. ചെറുതായിട്ടത് വിളഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്ത് വയലറ്റ് നിറം വീഴുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം. കാരണം നല്ല മധുരമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട് കേട്ടോ. സാധാരണ പാഷൻ ഫ്രൂട്ട് പോലെയല്ല, ഉള്ളിൽ നന്നായിട്ടുള്ളൊരു ടൈപ്പാണ്. പിന്നെ കയ്യിൽ നിൽക്കുന്നതെല്ലാം മഴയിൽ കിളിർത്ത് വന്ന മുളകുകളാണ്. പല പല മുളകുകളുണ്ട്. കുറേ മുളകുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ. ഞാനിത് പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതെല്ലാം ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് തളിച്ച് വളരുന്നുണ്ട്. പല പല മുളകുകൾ ഉണ്ടായി വരുന്നുണ്ട്. എല്ലാം ഒന്നും മുളകായിട്ടില്ല, പക്ഷേ ഇലയൊക്കെ നന്നായിട്ട് വന്ന് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം താമസിക്കാതെ തന്നെ നമുക്ക് മുളകുകൾ ഇതിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ക്കുന്നുമുണ്ട്. കണ്ടോ, മുളകുകൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. കാരണം മഴ പെയ്തതിൻ്റെ ഒരു സന്തോഷം അവരിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കാരണം ഈ മുളകെല്ലാം പോയി എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പ് എഴുതിയത്. പക്ഷേ നന്നായിട്ട് തളിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പപ്പങ്ങയാണ്. ഇത് പപ്പങ്ങ ആൺപപ്പയായെന്ന് തോന്നുന്നു. കാരണം നന്നായിട്ട് പൂവിട്ട് നിൽക്കുക, ഇത് കായ കാണുന്നുമില്ല. അപ്പോൾ എനിക്കൊരു സംശയം ഇത് ആൺപപ്പായാന്ന് തോന്നുന്നു. മറ്റേ അതിൻ്റെ അടുത്തൊരെണ്ണം നിൽപ്പുണ്ട്, അതിൽ ചെറിയ പൂക്കളും പിന്നെ അത്യാവശ്യം കായ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിങ്ങനെ കായ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൺപപ്പായ തന്നെയാണ്. വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ പട്ടിക്കുട്ടിയും വന്നിട്ടുണ്ട്. അനിയൻ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ കടയുടെ അടുത്ത് ആരോ കൊണ്ടിട്ടാണ്. രാത്രിയിൽ കിടന്ന് നിലവിളിക്കുന്ന കാരണം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇതെല്ലാം പല പല വെറൈറ്റി മുളകുകളാണ്. വെള്ളയുണ്ട്, കാന്താരിയുണ്ട്, ഇതെല്ലാം കായ്ച്ച് മുളക് നമുക്ക് പറിച്ചെടുക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ആകുമ്പോഴേ എന്തൊക്കെ മുളകുകളാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് പോലും ഇപ്പം ഓർമ്മയില്ല. കുറേ നാളിങ്ങനെ കായ്ക്കാണ്ട് നിന്നതുകൊണ്ട് ഏതൊക്കെ മുളകുകളാണെന്നൊന്നും നമുക്കങ്ങനെ ഓർമ്മയില്ല. കാന്താരി ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഉരുണ്ട സൈസ് മുളകുകൾ. പിന്നെ വഴുതനങ്ങ കായ്ച്ചിട്ടുണ്ട്. വഴുതനങ്ങ കൊലയായിട്ടാണ് കേട്ടോ കായ്ക്കുന്നത്. ഒരു കൊലയിൽ 2, 3, 4 കായ വെച്ചിട്ടുണ്ടാവുന്നുണ്ട്. ഇതൊരു വെറൈറ്റി മുളക്, ചുരുണ്ടൊരു മുളകാണ്. നമ്മുടെ വയലറ്റ് വഴുതനങ്ങ. ഇത് ഒരുപാട് നീളം വയ്ക്കുന്ന ടൈപ്പല്ല. ഇത് വെള്ളക്കാന്താരിയാണ്. ഇത് കാന്താരി മുളക് സൈസ് ചെറുതല്ല, അന്ന് അത്യാവശ്യം വലിപ്പമുള്ളത്. ഇത് വേറൊരു മുളകാണ്. ഇത് എൻ്റെ അടുത്ത് ഇല്ലാതിരുന്നൊരു ചുരുണ്ടൊരു ടൈപ്പ് മുളകാണ്. വൈറ്റ് കളറാണ് ഇതിൻ്റെ പുറത്ത്. ടേസ്റ്റൊന്നും എനിക്കറിയത്തില്ല, ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളതും.
ഇത്രയാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ള മുളകുടെ. ഇതൊരു റെഡ് ലേഡി പപ്പായ തൈയാണ്. ഇത് പിന്നെ നമ്മുടെ ചതുരപ്പയർ അടിയിൽ കിഴങ്ങുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ കിഴങ്ങിൽ നിന്ന് മുളച്ച് വന്ന വള്ളിയാണ്. എല്ലാ വർഷവും അത് ഒരു തവണ ഉണ്ടായി പട്ടുപോയതിന് ശേഷം വീണ്ടും അതിൽ നിന്ന് വള്ളി മുളച്ച് കയറി വരും. അപ്പം ഇതൊക്കെയാണ് ഇപ്പം നിലവിലുള്ള കൃഷികൾ. ഈ പപ്പായയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൊരു വിഷമം. കാരണം ആ പപ്പായയിൽ കായ വരുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ പപ്പായ തൈ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ഇനി വലുതായി വരുമ്പോഴേ നമുക്കറിയുള്ളൂ ഇതും ആണാണോ കഴിക്കുമോ ഒന്നും അറിയില്ല.